നമസ്കാരം, വെൽക്കം ടു മൈ ലിറ്റിൽ ഹാപ്പിനെസ് ബൈ പൂജ. എന്താ കഴിക്കുന്നതെന്നല്ലേ? നല്ല എരിവുള്ള മിക്സ്ചർ. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ? അപ്പോൾ പിന്നെ ഈ മിക്സർ ഇപ്പോൾ തന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഈ മിക്സർ വെച്ചിട്ട് എരിവുള്ള നല്ല ഉഗ്രൻ ഒരു കറി ഉണ്ടാക്കാം. മിക്സ്ചർ വെച്ചൊരു കറി കേൾക്കുമ്പോൾ ഇത്തിരി തോന്നുന്നുണ്ടാവും, പക്ഷേ സംഭവം കിട്ടില്ലനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. നമ്മുടെ അധികം പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇതിന് കഞ്ഞിയുടെ കൂടെ വരെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ മിക്സ്ചർ കറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ? ഓക്കെ, കം ഓൺ. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കോളൂ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഇങ്ങനെ ബ്ലിങ്ക് വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കുണ്ടാക്കാം മിക്സ്ചർ കറി, നല്ല എരിവുള്ള കറി. അപ്പോൾ മിക്സ്ചർ വെച്ചിട്ട് നമുക്കുണ്ടാക്കാവുന്ന ഈ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഉഗ്രൻ കറിക്ക് വേണ്ടത് മിക്സ്ചറാണ്. നല്ല എരിവുള്ള മിക്സ്ചർ, ഇതുപോലത്തെ കുറച്ചുകൂടി ചുവന്ന മിക്സ്ചറാണ് നാട്ടിലൊക്കെ കിട്ടുക. ബാംഗ്ലൂർ ഇപ്പം എനിക്ക് കിട്ടിയത് കുറച്ച് കളർ കുറവുള്ള മിക്സ്ചറാണ്, പക്ഷേ എരിവ് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം എരിവുണ്ട്. പിന്നെ വേണ്ടത് സവോള, പച്ചമുളക്, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പേസ്റ്റ് ഒന്നും വേണമെന്ന് നിർബന്ധമല്ല, ഞാൻ എളുപ്പത്തിന് അത് എടുത്തതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ജീരകം 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഈ കറിയിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ട് ചെറുതാക്കി നുറുക്കിയെടുക്കണം. പിന്നെ ഒരു സംഭവം വേണ്ടത് എന്താണെന്നുള്ളത് ഞാൻ പറയാൻ മറന്നുപോയി. കറിവേപ്പില. അത് നമ്മൾ സാധാരണ എല്ലാത്തിലും ഇടുന്ന സംഭവമാണല്ലോ. എൻ്റെ കറിവേപ്പിലേക്ക് കുറച്ച് ക്ഷീണമാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്, ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെയാണ്. വളരെ ചെറുതായിട്ട് കഷ്ണങ്ങൾ നുറുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കറിയിൽ അതെല്ലാം മിക്സായി കിട്ടും. വലുതാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഓക്കെ, പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവും ചേർക്കാം. കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ ചേർക്കുക വേണ്ട. അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം റെഡിയാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. ആദ്യം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച പേസ്റ്റ് അതിലേക്ക് ഇടുക, 1 സ്പൂൺ. പിന്നെ അതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ പച്ചമുളക് ഇടുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളി ഇടുക. ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ അറിയാലോ, ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ആവശ്യത്തിന് ഇടുക. മഞ്ഞൾപ്പൊടി ഞാൻ സാധാരണ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്, എനിക്ക് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അത് കാരണം. പിന്നെ അതിന് കൂടെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ജീരകം പിന്നെ മല്ലിപ്പൊടിയും കൂടിയുള്ള ആ പൊടി മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ ജീരകം, 1 സ്പൂൺ മല്ലിപ്പൊടി, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. സാധാരണ എല്ലാവരും എണ്ണയുടെ കൂടെ ആദ്യമേ തന്നെ കറിവേപ്പില ഇടാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ചാണ് ഇടാറ്, കാരണം എനിക്ക് അപ്പോഴാണ് കുറച്ചും കൂടി ആ ഒരു കറിവേപ്പിലയുടെ സ്മെല്ല് നന്നായിട്ട് അതിലേക്കും ആ സ്വാദൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാനാണ് എനിക്ക് തോന്നാറ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. നിങ്ങൾക്ക് ആദ്യം ഇടണമെങ്കിൽ ആദ്യം ഇടാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവാൻ സമ്മതിക്കുക. അപ്പോൾ എല്ലാം കൂടെ ഈ തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സായി കിട്ടും. നല്ല കുറുകിയുള്ള ഒരു കറിയായി കിട്ടും. ഇനി ചേർക്കേണ്ടത് പാലാണ്. പാലോ എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ പാല് ചേർത്ത് കഴിയുമ്പോഴല്ലോ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പുളിയും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഈ പാല് വിദ്യ നല്ലതാണ്. എന്ത് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിലേക്ക് കുറച്ച് പാലൊഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ്. അതൊരു ടിപ്പാണ് നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഈ ചപ്പാത്തിക്കോ ദോശയ്ക്കോ എന്തിൻ്റെ കൂടെയാണോ ഇത് കഴിക്കുന്നത് അതെല്ലാം ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ റെഡി ആവുമ്പോൾ അതിനൊരു ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മുമ്പ് മാത്രം മിക്സ്ചർ ആഡ് ചെയ്യണം കേട്ടോ. ആദ്യമേ ആഡ് ചെയ്ത് വെച്ചാൽ ആകെ അലിഞ്ഞ് ആകെ ഒരു സുഖമില്ലാണ്ടായി പോകും അത്. അപ്പോൾ കുറച്ച് ക്രിസ്പായിട്ട് തന്നെ ഇരിക്കണം, കറുമുറയായിട്ട് തന്നെ ഇരിക്കണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ ആ മിക്സ്ചറിൻ്റെ അത് കുറച്ച് ഒന്ന് കറുന്നൊന്ന് കടിക്കണം. എന്ന് വെച്ചാൽ വല്ലാതെ കടിക്കുകയും ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിട്ട് കഴിഞ്ഞിട്ട് ചൂടാക്കുകയൊന്നും വേണ്ട കേട്ടോ.
കണ്ടില്ലേ, നമ്മുടെ മിക്സ്ചർ കൊണ്ടുള്ള നല്ല കിഡിലൻ കറി റെഡിയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ്ടേ? നമുക്കല്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം തൽക്കാലം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒരു വീറ്റ് പൊറോട്ടയുടെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇനി ചോറിൻ്റെ കൂടെയോ വരെ കഴിക്കാം. കിഡിലൻ കറിയാണ്, വെറുതെ പറയല്ല, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മിക്സ്ചർ, നല്ല എരിവുള്ള മിക്സ്ചർ കറി കൂട്ടി എൻ്റെ റോട്ടി ഫിനിഷ് ചെയ്യട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക.